അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ വ്ളോഗ് ഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഇത് ഇന്നലെ രാത്രി ഒഴിച്ച് വെച്ച നമ്മുടെ തൈരാണ്. അതിനെ ഇന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചായക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചായപ്പൊടിയൊക്കെ ഇട്ട് ഇന്നലെ ബോട്ടിൽ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് അതൊക്കെ നിറച്ച് വെച്ചിട്ട് ചായ ഇതാ വേഗം വേഗം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പാല് തിളച്ചപ്പം അതൊന്ന് അടച്ചും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ചായ ആയപ്പം പിന്നെ അത് ഊറ്റിയെടുക്കുകയും ചെയ്തു കേട്ടോ. കുറേ കമൻസ് വന്നിട്ടുണ്ട്. നമുക്കതൊക്കെ വഴിയെ വായിക്കാം. ഇന്ന് ലഞ്ച് ബോക്സ് എന്താണെന്നുള്ളത് നോക്കാം. ഞാൻ ഇന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ തുടങ്ങിയതാണ്. കുഴപ്പമില്ല, അത് സെറ്റാക്കി എടുത്തു. ആദ്യം ഒന്ന് പാളിപ്പോയെങ്കിലും ഞാൻ സെറ്റാക്കി എടുത്തു കേട്ടോ. പിന്നെ ഇതാ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ പോയിട്ട് വെജിറ്റബിളൊക്കെ മേടിച്ചിട്ട് വന്നപ്പോൾ എല്ലാം നല്ല ഫ്രഷ് വെജിറ്റബിൾ, കുറുമയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് വേഗം വേഗം നന്നാക്കി എടുത്തിട്ട് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉരുളക്കിഴങ്ങും ഒരു ഉരുളക്കിഴങ്ങാട്ടോ എടുത്തത് 2 വെച്ചെങ്കിലും ഒരെണ്ണം എടുത്തു. പിന്നെ ബീൻസ്, ക്യാരറ്റ്, പിന്നെ നമ്മുടെ മട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കണം. തേങ്ങയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വലുപ്പത്തിലാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ മട്ടറും എടുത്തിട്ടുണ്ട്. മട്ടർ വേണമെങ്കിൽ ഒരു ഗ്രീൻ പീസിനെയാണ് കേട്ടോ ഞാൻ മട്ടർ എന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ നാട്ടിലാണോ അതോ ഈ വീട്ടിലാണോ ഇങ്ങനെയെന്ന് അറിയില്ല. ഇവിടെ വന്ന പിന്നെ കിട്ടിയ സംഭവം കേട്ടോ മട്ടർ എന്നുള്ളത്. അപ്പോൾ എന്തായാലും അതൊന്നും വേണമെങ്കിൽ വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുക. ഫ്രോസൺ ആണെങ്കിൽ വിസിൽ അടുപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഗ്രീൻ പീസും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുറുമ ലാസ്റ്റ് ഇങ്ങനെയാണ്. ഇതിൻ്റെ റെസിപ്പി ഫുള്ളായിട്ട് കാണാം അല്ലേ. ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ 2 വലിയുള്ളി, 1 തക്കാളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവും. പിന്നെ ഇതാ ഒരു സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീൻസ്, ക്യാരറ്റ്, ഗ്രീൻ പീസും ആഡ് ചെയ്ത് കൊടുത്തിട്ട് പച്ചമുളകും അതുപോലെ ഉരുളക്കിഴങ്ങും ഇതിലോട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഗ്രീൻ പീസ് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ചെറിയൊരു വേവിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി 1 സ്പൂണ്, ഗരം മസാല 1/2 സ്പൂണോളം ചേർത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തി കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങൾ മൊത്തം വെന്ത് കിട്ടണം കേട്ടോ. വെറുതെ തിളപ്പിച്ചാൽ പോരാ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. ഇനി തേങ്ങ അരച്ചതും കൂടെ നമുക്ക് ചേർത്തി കൊടുക്കുക. തേങ്ങയിലോട്ട് ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും ഇട്ടിട്ടില്ല. കാഷ്യൂനട്ട് ഇടണ കണ്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ തേങ്ങ മാത്രം അരച്ചിട്ടാണ് ചേർത്തിയത്. പിന്നെ കുറച്ച് മല്ലിയില കൊത്തിയരിഞ്ഞതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. എനിക്ക് ഇങ്ങനത്തെ വെജിറ്റബിൾ കുറുമ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഇഷ്ടമുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഒരു ബൗളെടുത്തിട്ട് കുറച്ച് ഞാൻ കഴിച്ചു കേട്ടോ. പൊട്ടറ്റോ മാക്സിമം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ കഴിച്ചു. എനിക്ക് വെജിറ്റബിൾ ധാരാളം കഴിക്കാമല്ലോ. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ ഈ മൊഞ്ചുള്ള നമ്മുടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കുട്ടിക്ക് സ്കൂളിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, അവനക്ക് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ആശീർവാദിൻ്റെ പൊടി ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി. നല്ല സോഫ്റ്റുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും. ലാസ്റ്റായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് അവിടെ മാറ്റി വെച്ചാലും മതി. ഇല്ല ഇങ്ങനെ ചുട്ടെടുക്കുക. ഞാനിപ്പോൾ ചപ്പാത്തി കുഴച്ച് അത്യാവശ്യം എക്സ്പേർട്ട് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ വാഷിങ്ങിന് ഇടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉള്ളിയും നമ്മുടെ മല്ലിയിലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബീട്രൂട്ടും ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ട് നമുക്കിതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ബീട്രൂട്ട്. എന്നിട്ട് മല്ലിയില ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വലിയുള്ളി നീളത്തിൽ അരിഞ്ഞിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ അല്ലേ. പിന്നെ ഈ ഒരു കെയർ ഓഫിൽ കുട്ടികളുടെ വയറ്റിൽ ഈ സംഭവങ്ങളൊക്കെ പോകുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്.
ഇതിലോട്ട് മുളക് പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായി തിരുമ്മി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ദോശൻ്റെ മുകളിലിട്ടിട്ടും ചുട്ടെടുക്കാം, ഇങ്ങനെയും ചുട്ടെടുക്കാം. ഞാൻ എന്തായാലും ആദ്യം ചപ്പാത്തിക്ക് പോലെ പരത്തി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട് വീണ്ടും പരത്താമെന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. പക്ഷേ എനിക്കത് പരത്തുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതായത് റൗണ്ടിലൊന്നും വന്നില്ല. രണ്ടെണ്ണം മാത്രം അങ്ങനെ ഉണ്ടാക്കി. ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയത്. ചുട്ടെടുത്തപ്പം എങ്ങനെ ഉണ്ടായെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുമായിരുന്നു. അപ്പോൾ കിട്ടിയ ഷേപ്പിൽ ഞാൻ അതിനെ തിരിച്ചും മറിച്ചും ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ ചുട്ടെടുത്തു. ഇതുപോലെ 2 ചുട്ടെടുത്തു. പിന്നെയാണ് എനിക്ക് ഐഡിയ മാറിയത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അവൾക്ക് കഴിക്കാൻ കൊടുത്തു. കൊളായതല്ലേ എന്ന് വിചാരിച്ചിട്ട്, സ്കൂളിലേക്ക് നല്ല മൊഞ്ചുള്ളതാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് അവനക്ക് കഴിക്കാൻ കൊടുത്തു. പിള്ളേർക്ക് 2 പേർക്കും ആണ് ഉണ്ടാക്കിയത്, മാതിരി തട്ടിക്കൂട്ട് ഐറ്റംസൊക്കെ. പിന്നെ അവൻ പോണതിന് മുമ്പ് തന്നെ എഗ്ഗ് പുഴുങ്ങിയതും കൊടുക്കാൻ വിചാരിച്ചിട്ട് വേഗം അത് വേവിക്കാൻ വേണ്ടി വെച്ചു. നല്ല ചൂടുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് കഴിക്കുകയാണ്. ബീട്രൂട്ടൊക്കെ ഉപ്പേരി വെച്ച് കൊടുത്താൽ കഴിക്കാത്ത മുതലാണ് കേട്ടോ. ഇങ്ങനെ ആക്കി കൊടുത്തപ്പോൾ കഴിച്ചു. അതാണ് അതിൻ്റെ ഒരു ട്രിക്ക്. പിന്നെ ഞാൻ ഇങ്ങനെ ചുട്ടെടുത്തു കേട്ടോ. അതായത് ചപ്പാത്തി പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അതിനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒരു 4-5 ഇങ്ങനെയും ചുട്ടെടുത്തു. ഇതാണ് ഞാൻ സ്കൂളിലോട്ട് ആക്കി കൊടുത്തത്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല വെജ് കുറുമിയും നമ്മുടെ ബീട്രൂട്ട് ചപ്പാത്തിയും കൂടി ആക്കി കൊടുത്തു കേട്ടോ സ്കൂളിലേക്ക്. അങ്ങനെ അവനക്ക് പോകാൻ സമയമായപ്പം അവനിതാ ലഞ്ചും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാൻ സമയമായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. എഗ്ഗ് പുഴുങ്ങിയതും കൂടെ കഴിക്കാൻ കൊടുത്താലേ സമയമാവത്തുള്ളൂ. എന്നാലും ഇന്ന് കുറച്ച് സമയമായി ഈ സാധനം അങ്ങോട്ട് സെറ്റായി വരാത്തതുകൊണ്ട്. അങ്ങനെ എഗ്ഗ് പുഴുങ്ങിയതെടുത്ത് അവനക്ക് കഴിക്കാൻ കൊടുത്ത് ഞാൻ ബാക്കിയുള്ളത് ഇങ്ങനെ അടച്ചു വെച്ച് ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് ആൾ ഗേറ്റിൻ്റെ അവിടെ എത്താനായിരുന്നു. ജിനിമ പോണു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വേഗം പോയിട്ട് ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വേഗം വിരിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ പിള്ളേരുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചെടുക്കാനുണ്ടായിരുന്നു. എന്നോട് ഏത് ഡയറ്റാണ് ചെയ്യുന്നത് ഫ്രം ലക്ഷദ്വീപ് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു. ഞാൻ കാപ്സൊക്കെ കട്ട് ചെയ്തിട്ട്, കാപ്സ് സ്വീറ്റ് ഷുഗറൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റാണ്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെയാണ് നിൽക്കുന്നത്. മാക്സിമം ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഓരോന്നും. പിന്നെ ഹലോ ജിനി, ഹൗ ആർ യു ചോദിക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഹായ് ജിനിത്ത, എന്താണ് വിശേഷം? കുറേ ആയി കമൻറ്റ് ചെയ്തിട്ട്. ബട്ട് വ്ളോഗ് എല്ലാം കാണാറുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച് മുത്തേ. ഇവിടെ നല്ല മഴയാണ്, വെള്ളപ്പൊക്കവും ആണ്. ഇന്ന് മഴയില്ല കേട്ടോ. ഓക്കെ, എവിടെയാണ്? ഞാനും കുറേ ആയി ഈ ഐഡിയിൽ നിന്ന് ഇത് കണ്ടിട്ട്. അപ്പോൾ എവിടെയാണ് മഴ, എവിടെ വെള്ളപ്പൊക്കം? മഴ എല്ലായിടത്തും ഉണ്ട്, വെള്ളപ്പൊക്കം എവിടെയാണ്, സ്ഥലം എവിടെയെന്നൊന്ന് പറയണം കേട്ടോ. ഹായ്, നല്ല മഴയാണല്ലോ ജിനി എന്ന് പറയേണ്ടത്. അതെ, ഇന്ന് മഴ ഇവിടെ ഉണ്ടായിട്ടില്ല. വലൈക്കും സ്ലാം. എൻ്റെ നാട്ടിലും പറയാറുണ്ട് തീമേൽ വെച്ചിട്ടുണ്ടെന്ന്. ഗ്യാസിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഓട്ടട. ചട്ടി വാങ്ങിക്കുന്നിടത്തുനിന്ന് കിട്ടുത്ര. ഓട്ടട ചട്ടി ചോദിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി എപ്പോഴെങ്കിലും ചട്ടിയൊക്കെ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ഒന്ന് നോക്കാം. അപ്പം നമ്മുടെ സോഫ്റ്റ് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയില്ലാത്ത വിഷമം മാറിയില്ലേന്ന്. മാറി, പക്ഷെ ഇന്ന് മഴ ഉണ്ടായിരുന്നില്ലടോ. ഐ എം യൂസിങ് കണ്ണൻ ദേവൻ ടീ. കണ്ണൻ ദേവൻ എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമല്ലാത്തൊരു ചായപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ അല്ലാണ്ടും കുറേ ചായപ്പൊടികൾ ഇഷ്ടമാണ്, പക്ഷേ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് ഇതിന് തന്നെയാണ്. പത്തിരിച്ചട്ടി മണ്ണിൻ്റെ മതി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നെയ്റ്റി തന്നെ ആക്കിയോ ജിനി വീട്ടിൽ? എനിക്ക് നല്ല കംഫർട്ടാണ് നെയ്റ്റി വാങ്ങിച്ചത്. പിന്നെ കുറച്ച് ഇടാമെന്ന് വിചാരിച്ചു, ഇനി നോക്കട്ടെ. പിന്നെ തലമുടി കാണിച്ച് നടക്കുന്നത് എന്തിനാണ്? ഞാൻ വീഡിയോയിൽ എൻ്റെ തല പോലും കാണിച്ചിട്ടില്ലല്ലോ. ഓ, തംബ്നെയിലിന് കണ്ടിട്ടായിരിക്കുമല്ലോ. അതെന്നോ എടുത്തൊരു ഫോട്ടോ ആണ്. അപ്പോൾ തംബ്നെയിലിൽ എന്തെങ്കിലും ഇടണ്ടേ പറഞ്ഞിട്ട് ഇട്ടതാണ് കേട്ടോ. പിന്നെ ജിനി, എൻ്റെ മോൻ +2 കഴിഞ്ഞതാണ്. ജിനിയുടെ മോൻ ഇനി എന്താ ചെയ്യുന്നത്? മോൻ സയൻസ് ആണോ എടുത്തത്? ഒരു ഐഡിയ കിട്ടുന്നില്ല. ജിനി ഡിഗ്രിയെ പറ്റി പറയുമോയെന്ന്.
ഞാൻ +2 പോലും ഫിനിഷാക്കാത്ത ഞാൻ ഡിഗ്രിയെ പറ്റിയിട്ട് എന്താ പറയുന്നത്. എന്തായാലും മോൻ എന്താ എടുക്കുന്നതെന്നുള്ളതൊക്കെ ഞാൻ പറയാം. AI BTech ആണ് അവൻ എടുക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഹിന്ദുസ്ഥാൻ കോളേജിൽ പറഞ്ഞിട്ടുണ്ട്, അവനക്ക് സീറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഡൊണേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഫീസും അത്യാവശ്യം വരുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിപ്പിക്കേണ്ട എന്തായാലും 80% മാർക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ല. എന്തായാലും നമുക്ക് പഠിപ്പിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എങ്ങനെയാണെങ്കിലും. ഞാൻ പ്രത്യേകിച്ച്, കാരണം എഡ്യൂക്കേഷൻ്റെ വാല്യൂ അത്രയും അറിഞ്ഞിട്ടുണ്ട് ഞാൻ. പലവിടെ പോകുമ്പോഴും എഡ്യൂക്കേഷൻ ചോദിക്കുമ്പോൾ വെറും +1 എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ എന്തുകൊണ്ട് ഞാൻ പഠിച്ചില്ല എന്നുള്ളൊരു ഭയങ്കര ഒരു വിഷമം നല്ലോണം ഇപ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്തിട്ട് നടന്നില്ല കേട്ടോ. അങ്ങനെയും പറയാമല്ലോ, ട്രൈ ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് ഒരു പ്രാവശ്യം നടന്നില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളൊന്നും എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വാങ്ങി നെസ്റ്റോ പോയപ്പോൾ താജ്മഹൽ. ഓക്കെ, എങ്ങനെയുണ്ട്, യൂസ് ചെയ്ത് ഇഷ്ടമായോ? എവിടെ വീട് ചോദിക്കുന്നുണ്ട്. സ്വന്തം വീട് മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് അലനല്ലൂരാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട് കഞ്ചിക്കോട് ചുള്ളിമടയാണ് കേട്ടോ. പിന്നെന്താണ്, ഈ മാക്സി എനിക്കുണ്ട് സെയിം. ഓക്കെ. പിന്നെ ഓട്ടയുടെ ചട്ടി വേണം അതിന്. ആ ചട്ടിയിൽ പണ്ട് പത്തിരി ചുടുമായിരുന്നു. ഞാൻ ചുടാറില്ല, പക്ഷേ ഇക്കാൻ്റെ ഉമ്മയും ഉണ്ടാക്കും. കഴിക്കാൻ നല്ല രസമാണെന്ന്. ഓക്കെ, എനിക്കും അത് ഉണ്ടാക്കാൻ ശരിയാവുമെന്ന് അറിയില്ല. എന്തായാലും ചട്ടി വാങ്ങിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പത്തിരി ചട്ടിയിൽ അത് കിട്ടുമോ? അതിങ്ങനെ ഒഴിച്ചിട്ട് പണ്ടുള്ളവർ ഉണ്ടാക്കണം കണ്ടിട്ടുണ്ട്, കിട്ടാറുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കില്ലല്ലോ അല്ലേ. അടുപ്പത്താണെങ്കിലും ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണം. എത്ര ഉണ്ടാക്കണം, വലിയ വലിയ ഫാമിലിയിലൊക്കെ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അതേപോലെ കലക്കി പറന്ന അപ്പമില്ലേ, കലക്കി ചുട്ടപ്പം. ഇവിടെ നീർദോശ എന്നൊക്കെ പറയും കേട്ടോ. ആ ദോശ. പിന്നെ എൻ്റെ മോന് കീറദോശ എന്നും പേരിട്ടിട്ടുണ്ട്. ആ ദോശയ്ക്ക് വലിയ വലിയ ഫാമിലിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ പണ്ട്. ഞാനിങ്ങനെ ആലോചിക്കും കേട്ടോ, എത്ര എണ്ണം ചുട്ടെടുക്കണം എന്നുള്ളത്. കാരണം അത് ചുട്ടി പിടിച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ടവല് പിടിച്ച പോലെ ഉണ്ടാവും. അത് ഓരോരുത്തർക്ക് 5, 6, 7 എണ്ണമൊക്കെ കഴിക്കേണ്ട വരില്ലേ. അതിങ്ങനെ ഉണ്ടാക്കി എത്രങ്ങാനും ഉണ്ടാക്കണം എന്നിങ്ങനെ ആലോചിക്കും ഇപ്പോൾ. അങ്ങനെ രാവിലത്തെ പണി ഏകദേശമൊക്കെ ഒതുക്കിയിട്ട് ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. ഇന്നലെ ഉണ്ടാക്കിയ രസം ഉണ്ടായിരുന്നു. ഉപ്പേരി വെച്ചാൽ മതി, ചോറും ഒക്കെ ആയിട്ട് കേട്ടോ. ഇടയായിട്ട് വളരെ ലഘുവായിട്ടുള്ള ഫുഡാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ പാചകം ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ പാത്രം കഴുകാൻ ഇഷ്ടമല്ല എന്നാണോ പറയുന്നത്? ഓക്കെ, എൻ്റെ നാട്ടിലൊക്കെ പറയും മലപ്പുറം ഇപ്പോൾ ഭാഷ മാറിയെന്ന്. കുറേയൊക്കെ മാറിയില്ലേ ഇപ്പോൾ ന്യൂ ജെൻസൊക്കെ വന്നപ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ പയറുപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ചോറപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ്, ജിനിയെല്ലാം സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെന്താ, അടിച്ചു വാരുമ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്തുകൂടെ? അടിയിലൊക്കെ ഞാൻ അടിച്ചു വാരാറുണ്ട്. പിന്നെ വീഡിയോയിൽ നമ്മളിങ്ങനെ അടിയിൽ കൂടെ അടിച്ചു വാരുന്ന ക്ലിപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് ഇപ്പോൾ അതൊക്കെ ഇടുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഡീപ്പ് ക്ലീനിങ് 1 മാസം 2 മാസം കൂടുമ്പോഴൊക്കെ അല്ലേ ചെയ്യുള്ളൂ. അത്രയും ഡീപ്പായിട്ട് ഇത് കട്ടിലിൻ്റെ അടിയിലൊക്കെ ഞാൻ തുടയ്ക്കാറുണ്ട്, അടിച്ചു വാരാറൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും വിചാരിക്കല്ലേ. കാരണം വീഡിയോയിൽ അത് കാണിച്ച് എനിക്ക് അതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. വീഡിയോയിൽ അത് കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് കേട്ടോ. പിന്നെ നമ്മൾ FBയിൽ എന്തെല്ലാം വന്നിട്ടുണ്ട് നോക്കിയാലോ. കമൻസ് എവിടെ കോഴിക്കോട് നല്ല മഴയാണ്. മാന്തൾ എന്ന് പറയും, നങ്കിമീൻ എന്ന് പറയും ഇവിടെ. മാന്തളിൽ മലപ്പുറം ആ സൈഡിലോട്ട് പോകെ പറയും. പിന്നെ ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഇൻ യുവർ ഡയറ്ററി യു ക്യാൻ എന്ന് പറയുന്നുണ്ട്. നോക്കാം അല്ലേ. പിന്നെ നല്ല മഴയാണല്ലോ. അതെ, അത്യാവശ്യം നല്ലോണം പെയ്തിട്ടുണ്ടായിരുന്നു മഴ. പിന്നെ വേറൊന്നുമില്ല. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബും FBയും ഇൻസ്റ്റയും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ. ഹാവ് എ നൈസ് ഡേ.